ഇനി നമ്മൾ നോക്കുന്നത് സെക്കൻഡ് സെനാരിയോ ആണ്. സെക്കൻഡ് സെനാരിയോ എന്ന് പറയുന്നത് ക്യാഷ് പ്രൈസ് തന്നിട്ടില്ല, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഇൻസ്റ്റാൾമെൻറ്റും മാത്രമേ തന്നിട്ടുള്ളൂ. ക്യാഷ് പ്രൈസ് തന്നിട്ടില്ല എങ്കിൽ നമുക്ക് എങ്ങനെ പ്രോബ്ലം ചെയ്യാം എന്നുള്ളതായിരുന്നു സെക്കൻഡ് സെനാരിയോ വരുന്നത്. സെക്കൻഡ് സെനാരിയോയിൽ തന്നെ നമ്മൾ രണ്ട് മെത്തേഡിലാണ് ക്യാഷ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക്വേർഡ് മെത്തേഡും, രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനുറ്റി ടേബിളുമായിട്ട് റെഫർ ചെയ്ത് ക്യാഷ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ്. അതിൽ ഒന്നാമത്തെ മെത്തേഡായിട്ടുള്ള ബാക്ക് കാൽക്കുലേഷനാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നത് ഇവിടെ നോക്കുന്നത്. അപ്പോൾ മുന്നേ ഉള്ള കണക്കിലല്ല നമ്മൾ ചെയ്തത്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അനാലിസിസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഡൗൺ പേയ്മെൻറ്റിൽ നിന്ന് നമ്മുടെ ഫൈനൽ ഇൻസ്റ്റാൾമെൻറ്റ് വരെ എത്തുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ബാക്ക് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിവേഴ്സ് ഓർഡറിൽ പോയി ഇവിടെ എത്തുന്ന മെത്തേഡാണ്. അതായത് ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഡൗൺ പേയ്മെൻറ്റ് വരെ എത്തുന്ന രീതിയിൽ ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത് ബാക്ക് കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബാക്ക് കാൽക്കുലേഷൻ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ഏതൊരു ഇൻസ്റ്റാൾമെൻറ്റിനകത്തും ഒരു സെർട്ടൺ എമൗണ്ട് ഇൻട്രസ്റ്റ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാകും ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ടിൽ നിന്നും ഇൻട്രസ്റ്റ് നമ്മൾ വേർപെടുത്തി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ക്യാഷ് വാല്യൂ എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ടിൽ നിന്നും ഇൻട്രസ്റ്റ് മാറ്റിയിട്ട് നമ്മുടെ ക്യാഷ് പ്രൈസിലേക്ക് കൊണ്ടുവരികയാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് കാൽക്കുലേഷൻ ഓഫ് ക്യാഷ് പ്രൈസ് എന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അല്ലാതെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അനാലിസിസ് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ്സ് അല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്. അതിൻ്റെ ഒന്നാമത്തെ കോളം വരുന്നത് നമ്പർ ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ്സ്, രണ്ടാമത്തേത് ക്ലോസിംഗ് ബാലൻസ്, തേർഡ് വരുന്നത് എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ്, പിന്നെ വരുന്നത് ക്ലോസിംഗ് ബാലൻസിൻ്റെയും എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റിൻ്റെയും ടോട്ടൽ വരുന്ന കോളം, നെക്സ്റ്റ് ഇതിൻ്റെ ഇൻട്രസ്റ്റ് വാല്യൂ എത്രയാണെന്നുള്ളത്, ലാസ്റ്റ് വരുന്നത് ഓപ്പണിംഗ് ബാലൻസ്. ഇത്രയാണ് ഇതിൻ്റെ കോളംസ് ആയിട്ട് വരുന്നത്. ഇത് ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് നമ്മൾ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻട്രസ്റ്റ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഇൻട്രസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് ഈക്വൽ ടു ഇൻസ്റ്റാൾമെൻറ്റ് വാല്യൂ ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ 100 + റേറ്റ് എന്നുള്ളതാണ്. സപ്പോസ് ഇപ്പോൾ 10% നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റ് വാല്യൂ ഇൻറ്റു 10/110 എന്നുള്ളതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ ഇൻട്രസ്റ്റ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനായിട്ട് എന്ത് ചെയ്യേണ്ടത് വരുന്നത്. അപ്പോൾ ഈ ഒരു കണക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകുമെന്ന് ഞാൻ കരുതുന്നു. നമ്മളിവിടെ നോക്കുന്ന പ്രോബ്ലം ഇല്ലൂസ്ട്രേഷൻ 3 പേജ് നമ്പർ 2.21 ഇല്ലൂസ്ട്രേഷൻ 3 ആണ്. എക്സ് ബോട്ട് എ മെഷീനറി ഓൺ 1st January 2012 അണ്ടർ ഹയർ പർച്ചേസ് സിസ്റ്റം ഫ്രം എലഗൻ മെഷീനറി. ₹20,000 is paid on signing the agreement and the balance in 3 equal annual installment of 24,000 each. Interest is charged at 20% per annum. Calculate the cash price of the machine. അങ്ങനെ ഇവിടെ പറയുന്നത് എക്സ് എന്ന് പറയുന്ന ഒരു പേഴ്സൺ 2012 എലഗൻ മെഷീൻസിൽ നിന്ന് ഒരു മെഷീനറി പർച്ചേസ് ചെയ്തു. എഗ്രിമെൻറ്റ് നടത്തുന്ന സമയത്ത് തന്നെ 20,000 രൂപ അയാൾ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് കൊടുത്തു. ബാലൻസ് കൊടുക്കുന്നത് 3 ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ടാണ് ബാലൻസ് കൊടുക്കുന്നത്. ഇൻസ്റ്റാൾമെൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് 24,000 ആണ്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ഇതിൽ നിന്ന് അതിൻ്റെ ക്യാഷ് പ്രൈസ് എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ 3 ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ടാണ് അയാൾ എന്ത് കൊടുത്തേക്കുന്നത്, അല്ലെങ്കിൽ 3 ടേംസ് ആയിട്ടാണ് അയാളുടെ ഇൻസ്റ്റാൾമെൻറ്റ് അയാൾ എന്ത് ചെയ്തേക്കുന്നത്, പേയ്മെൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ 3 ഇൻസ്റ്റാൾമെൻറ്റ്സ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ മൂന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റിൽ ഒന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് വരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ മൂന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് അയാൾ അടയ്ക്കുമ്പോൾ അയാളുടെ ക്ലോസിംഗ് ബാലൻസ് എത്ര ആയിരിക്കും, 0 ആയിരിക്കും. അതായത് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുന്നേ ഉള്ള കണക്കിൽ ക്ലോസിംഗ് ബാലൻസ് ഇവിടെ വരുമ്പോൾ 0 ആണ്. അപ്പോൾ ഇത് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അയാളുടെ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് 0 ആണ്. എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് നമ്മുടെ ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് 24,000 ആണ്. അപ്പോൾ ക്ലോസിംഗ് ബാലൻസും എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റിൻ്റെയും കൂടെ കൂട്ടിയിട്ടുള്ളതാണ് നമ്മൾ ടോട്ടൽ വാല്യൂവിൽ എഴുതേണ്ടത്. അപ്പോൾ ടോട്ടൽ കോളത്തിൽ വരുന്നത് 24,000. ഇനി ഇവിടെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 20% ആണ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇൻട്രസ്റ്റ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 20/120 ബേസിലാണ്. 20/120 ബേസിസിൽ, അതായത് 24,000 ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയ 20/100 + റേറ്റ്, അത് 120, ദാറ്റ്സ് ഈക്വൽ ടു
24,000 ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 120 ഈക്വൽ ടു 4,000. 4,000 ആണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത്, ഇൻട്രസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ കൊടുത്ത 24,000-ൽ 4,000 രൂപ എന്തായിരുന്നു, ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ 24,000-ൽ നിന്ന് 4,000 രൂപ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഓപ്പണിംഗ് ബാലൻസ് കിട്ടും. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് 20,000 ആണ്. നെക്സ്റ്റ് നമ്മൾ കൊടുത്തത് സെക്കൻഡ് ഇൻസ്റ്റാൾമെൻ്റ് ആണ്. സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റിലെ ക്ലോസിംഗ് ബാലൻസ് ആയിരിക്കുന്നത് 20,000 ആയിരിക്കും. ഇൻസ്റ്റാൾമെൻറ്റ് കൊടുത്തത് 24,000 ആണ്. ഇത് രണ്ടും തമ്മിലുള്ള ടോട്ടലായിട്ടുള്ള 44,000 നമ്മൾ എന്തിൽ എഴുതുക, ടോട്ടൽ കോളത്തിൽ എഴുതുക. ഇനി ഇൻട്രസ്റ്റ് വാല്യൂ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് 44,000 ഇൻറ്റു 20 ബൈ 120. 44,000 ഇൻറ്റു 20 ബൈ 120 ദാറ്റ്സ് ഈക്വൽ ടു 7,333. 7,333. ഓപ്പണിംഗ് ബാലൻസ് വരേണ്ടത് 44,000 മൈനസ് 7,333. 44,000 മൈനസ് 7,333 ഈക്വൽ ടു 36,667. 36,667. അപ്പോൾ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് കൊടുത്ത സമയത്തുള്ള ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് 36,667. ആ വർഷത്തെ അല്ലെങ്കിൽ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുക്കുന്ന എമൗണ്ട് 24,000 ആണ്. ടോട്ടൽ വരുന്നത് പ്ലസ് 24,000 ഈക്വൽ ടു 60,667. 60,667. ഇൻട്രസ്റ്റ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 60,667 ഇൻറ്റു 20 ബൈ 120 ദാറ്റ്സ് ഈക്വൽ ടു ഇൻറ്റു 20 ബൈ 120 10,111. 10,111. ഓപ്പണിംഗ് ബാലൻസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 60,667 മൈനസ് 10,111 ദാറ്റ്സ് ഈക്വൽ ടു 50,556. 50,556. അപ്പോൾ ഈ കിട്ടിയ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടുള്ള എമൗണ്ട് അല്ലെങ്കിൽ ഈ കിട്ടിയ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ടിൽ വരുന്ന ഓപ്പണിംഗ് ബാലൻസിനോടൊപ്പം നമ്മുടെ ഡൗൺ പേയ്മെൻറ്റ് എമൗണ്ട് കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്, ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാഷ് പ്രൈസ് ഈക്വൽ ടു 50,556 പ്ലസ് നമ്മുടെ ഡൗൺ പേയ്മെൻറ്റ് എമൗണ്ട് ആയിട്ടുള്ള 20,000 ദാറ്റ്സ് ഈക്വൽ ടു 70,556. ഇതാണ് നമ്മുടെ ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത്. ഇതിനെ നിങ്ങളൊന്ന് റിവേഴ്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സെയിം ആൻസർ തന്നെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ ക്യാഷ് പ്രൈസ് തന്നിട്ടില്ല എങ്കിൽ നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ടും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതായത് ബാക്ക് കാൽക്കുലേഷൻ മെത്തേഡിൽ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ക്യാഷ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം നമ്മൾ മുന്നേ ചെയ്ത പോലെ തന്നെയാണ്. അതായത് ഒരു മെഷീൻ വാങ്ങുമ്പോൾ അതിൻ്റെ ഡൗൺ പേയ്മെൻറ്റ് എമൗണ്ട് എന്ത് കൊടുക്കുക, എൻട്രി പാസ് ചെയ്യുക, അതിനുശേഷം അതിൻ്റെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്, ഈ നമ്മുടെ മുന്നേ ചെയ്ത മെത്തേഡുകൾ പ്രകാരം തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ ഒരു കാൽക്കുലേഷനിൽ മാത്രമാണ് തലതിരിഞ്ഞ് വരുന്നത്. ബാക്കിയെല്ലാം സെയിം ആണ്. അക്കൗണ്ട്സിൻ്റെ പ്രിപ്പറേഷൻ എല്ലാം സെയിം തന്നെയാണ്.